പൂക്കാലം തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7:30 മഴവിൽ മനോരമയിൽ. ഉണ്ണിയാണ്. എന്തൊക്കെയുണ്ട്? ഞാൻ അന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ. എന്ത് പറഞ്ഞു നീ? ആ പയ്യന്റെ അച്ഛൻ സുഗതൻ. ഏത് പയ്യൻ? യൂണിവേഴ്സിറ്റി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എന്താണ് പ്രശ്നം? അന്ന് ഫോൺ ചെയ്തിട്ട് എല്ലാ കാര്യം ഞാൻ പറഞ്ഞതല്ലേ. ഇതായിരിക്കണം മുതല്. ശരി, എന്നാ വിളിച്ചോ. വേറെ ആരും ഇല്ല. സുഖേട്ടാ വേണ്ട മെമ്പറ, ഞാൻ നിന്നോളാം. ഞാൻ എന്താ പറയണേ? ഇരിക്കേ നിങ്ങള്. നമ്മള് സ്വന്തം MLA അല്ലേ? MLA സാറേ, ഇദ്ദേഹത്തിന്റെ പേര് സുഗതൻ എന്നാണേ. ഇദ്ദേഹത്തിന്റെ മോനുണ്ട് പ്യാരിജാതൻ. അയാള് യൂണിവേഴ്സിറ്റിയില് അസിസ്റ്റന്റ് പ്രൊഫസറുടെ ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചിരുന്നു. ഇതിപ്പോ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അല്ല, ആ ജോലി നമ്മൾ കൊടുത്തില്ലേ? അത് ഇതല്ല, അത് വേറെ. ഇതിന്റെ മുമ്പേ ഇതുപോലെ ഒരു പരീക്ഷ എഴുതിയിരുന്നു. അതിൽ മാർക്ക് ലിസ്റ്റിൽ നല്ല മാർക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞു. അതിലും ഒന്നാമതായിരുന്നു. ജോലി കിട്ടുന്ന ഉറപ്പിച്ചതാ. പഠിക്കാനൊക്കെ നല്ല മിടുക്കനാണേ. പക്ഷെ ജോലി കിട്ടിയില്ല എന്റെ മോന്. ജോലി കിട്ടിയത് വകുപ്പ് മന്ത്രിയുടെ മകന്റെ ഭാര്യയ്ക്കായിരുന്നു. ഇതിപ്പോ നിങ്ങൾ അങ്ങനെ പറയണത് എന്തിനാണ്? അല്ല, എന്തിനാ അങ്ങനെ പറയണത്? ഇതിപ്പോ നിങ്ങളുടെ മകനാണോ അതോ അവർക്കാണോ മാർക്ക് കൂടുതലുള്ളതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ? ഇല്ലല്ലോ. അപ്പൊ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമില്ല കേട്ടോളേ. ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടേ ഞങ്ങൾ വിവരാവകാശ പ്രകാരം അന്വേഷിച്ചപ്പോ എന്റെ മകനാണ് 1ാം റാങ്ക്. അത് അന്വേഷിക്കാൻ പോയി വിവര കമ്മീഷനാ ആവശ്യമില്ലാത്ത. ഈയിടെ നടന്ന ഇന്റർവ്യൂലും വളരെ എളുപ്പമായിരുന്നു എന്ന് അവൻ പറഞ്ഞു. ജോലി കിട്ടുന്ന അവനൊരു പ്രതീക്ഷ ഉണ്ടേ. എവിടെയെങ്കിലും സത്യസന്ധമായിട്ട് ആ ജോലി അവന് കിട്ടിയെങ്കിൽ. അല്ല, അത് നമ്മൾ കൊടുത്തു പോയില്ലേ? അത് കൊടുത്തിട്ടില്ല, അത് വേറെയാണ്. ഇവര് മറ്റേ വിവരാവകാശമൊക്കെ അത് ഒരു കാര്യം ചെയ്യാം. ഇത് നമ്മള് മറ്റേ അപ്പൊ ഒരു കാര്യം ചെയ്യും, സത്യനൊരു കാര്യം ചെയ്യും. പുള്ളിയുടെ മകന്റെ ഡീറ്റെയിൽസുകളെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തു പോയി. എന്നിട്ട് പിന്നെ എനിക്ക് തന്നാ മതി. വിഷമിക്കണ്ട, എല്ലാ കാര്യവും നമുക്ക് ശരിയാക്കാം. ഒരു കാര്യം ചെയ്യും, നിങ്ങള് ഉണ്ണിയുടെ അടുത്ത് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക കേട്ടോ. ഉണ്ണിയുടെ അടുത്ത് ഞാൻ വാങ്ങിച്ചോളാം കേട്ടാ. നമ്മളെ ഏറ്റതാണ്. ധൈര്യമായിട്ട് പോയി നിങ്ങള്. പ്രാവശ്യം പറയാതെ അങ്ങനെ ആവരുത്. ഒന്നും ആവില്ല, പൊയ്ക്കോ. ഒന്നും ടെൻഷനിക്കണ്ട. ഉണ്ണിയാ നേറ്റത്. ഏൽപ്പിച്ചു തരാം സത്യേട്ടന. മുമ്പിലാരി MLA. അപ്പൊ ശരി. അപ്പൊ ഓക്കെ. വിളിക്കുമ്പോ ഫോണൊക്കെ എടുക്കണം. എടുക്കില്ല. അതെ, വിവരാവകാശ പ്രകാരം അവര് എന്തൊക്കെയോ അന്വേഷിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് അവര്. പിന്നെ അത് കൊടുത്തു പറയണെന്തിനാ നിങ്ങള്? ഞാനത് ഓർത്തില്ലപ്പാ. മറിമായം.